രേഖാചിത്രത്തിന്റെ ഉണ്ണിലാലു. നമസ്കാരം. ഒരു സമയത്ത് ഒരു കാലഘട്ടത്ത് ഈ പറയുന്ന ആളുകൾ തന്നെ ആസിഫിക്കെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് കാലഘട്ടം തന്നെ തെളിയിച്ചു മലയാളികൾക്ക് ഒറ്റപ്പേരേ ഉള്ളൂ ആസിഫിക്ക. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു റീലുണ്ട്. ഉണ്ണി കണ്ടായിരുന്നു ആസിഫിക്ക ഉണ്ണിയെ പറ്റി പറയുന്നത്? ഞാൻ കാണാതെ. ആസിഫിക്കയും മമ്മൂക്കയും ഒന്നിച്ച് കൂടെ നിന്നല്ലേ? അതില് എന്റെ ഉണ്ണി ആരാ കേക്ക് തന്നെ? മമ്മൂക്ക. മമ്മൂക്കയുടെ വീട്ടിൽ പോയത് കിട്ടില്ല മൊമെന്റ് ആയിരുന്നു. പണ്ട് മമ്മൂക്ക ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മമ്മൂക്ക അപ്പൊ തന്നെ മൊത്തം ഇങ്ങനെ ചെയ്യാൻ. പിന്നെ ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. നമുക്ക് തൊട്ടോട്ടെ ആ ഫോട്ടോ കണ്ടറിയാം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ മൊത്തത്തിലൊരു വേറൊരു അവസ്ഥയിലായിരുന്നു മമ്മൂക്കനെ കണ്ടപ്പോൾ. വിനീതേട്ടനെ ഞാൻ അയച്ച മെസ്സേജ് എന്റെ ഫോണിൽ കിടപ്പുണ്ട്. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ വൻ ക്രിഞ്ചാ. എന്തൊക്കെയോ ഒരു ഡയറക്ടറിനെ ഭയങ്കരമായിട്ട് മറ്റേ ഇൻസൾട്ട് ചെയ്തായിരുന്നു. ഫസ്റ്റ് ഞാൻ പറഞ്ഞ കൈ കൊടുത്തപ്പോൾ തന്നില്ല. ഞാൻ വന്ന് കയറുന്ന സമയത്ത് പുള്ളി പേര് ചോദിച്ചു. അപ്പം ഞാൻ ഉണ്ണി എന്ന് പറഞ്ഞു. അപ്പം അവിടെ കുറേ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറയാം, എടാ ഉണ്ണി വന്നിട്ടാ, മുട്ടയിൽ ഉണ്ണി വന്നിട്ടാ, മുട്ടയിൽ ഉണ്ണി വന്നു ഉണ്ണി എന്നിട്ട്. പിന്നെ പുള്ളി ട്രീറ്റ് ചെയ്ത് മൊത്തം ഭയങ്കര മോശമായിട്ടായിരുന്നു എൻ്റെ അടുത്ത്. വേറെ വല്ല പണിക്കും പോയപ്പോൾ എന്തിനൊരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്, ഇങ്ങനത്തെ ഒക്കെ ഇൻസൾട്ട് പരിപാടി. അപ്പം ഞാൻ ഇയാളെയാണ് ഞാൻ ഇത്രയും കാലം ഇഷ്ടപ്പെട്ടെ. ഈ മുട്ടയുടെ ഉണ്ണി അല്ലെങ്കിൽ ഇതിനെയും കൊണ്ട് ഇത് പറ്റൂ എന്നാ പറഞ്ഞ പുള്ളിയെ ഇന്ന് മലയാള ഇൻഡസ്ട്രിയിലുണ്ടോ? ഇനിയിപ്പോൾ എൻ്റെ വീട് എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വെള്ളം വരും, ഫുള്ള് ചളിയായിരിക്കും. മൊത്തത്തിൽ ചില മഴ ഉറങ്ങാൻ പറ്റൂല. മഴ ചെയ്ത് കഴിഞ്ഞാൽ ചോരും. പിന്നെ ഒരു പാത്രമൊക്കെ വെച്ചുള്ള പരിപാടിയാണ്. അങ്ങനെ ഒരു ലൈഫ് എനിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. വീട്ടിൻ്റെ അപ്പുറത്തൊരു കല്യാണം, വലിയൊരു വീട്ടിലെ കല്യാണം ഉണ്ട്. അപ്പം വീട്ടിലെ എല്ലാവരും പോകുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ഒരു പോയിന്റ് ജീവിതത്തെ തകർത്തൊരു നിമിഷം അനിയന്റെ മരണമായിരുന്നു. അത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടെ ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് അയാളെ വാല്യൂ അറിയില്ല, അയാളെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവില്ല. അയാൾ നമ്മളെ വിട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ അയാളെ എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ കൂടെ നമ്മൾ എത്ര ഹാപ്പി ആയിരുന്നു. എല്ലാ കാര്യവും നമുക്ക് അപ്പോഴാണ്. അയാൾ ഇല്ലാണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാവും. 16 വർഷം ചെറിയൊരു വർഷമല്ല. അവിടെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കിട്ടിയ ഒരു പ്രചോദനം എന്തായിരിക്കും? ഞാനൊരു ആക്ടർ ആവും എന്നൊരു ഹോപ്പ് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. ആ ഹോപ്പ് പിടിച്ചാണ് ഞാൻ വന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തളർത്തിയാലും എന്തൊക്കെ ചെയ്താലും ഞാൻ പറഞ്ഞു ഞാൻ ആക്ടർ ആവും എന്നൊരു ഹോപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലുലോയിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ടിക്ടോക്ക് മുതൽക്കേ ഈ ഒരു മുഖം സുപരിചിതമാണ്. കണ്ടന്റ് ക്രിയേഷനായി, ഷോർട്ട് ഫിലിമായി ഇന്ന് ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. രേഖാചിത്രത്തിന്റെ സ്വന്തം ഉണ്ണിലാലു. നമസ്കാരം. നമസ്കാരം മച്ചാനെ, ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. അങ്ങനെ രേഖാചിത്രത്തിന്റെ ഉണ്ണിലാലു. അതെ, 16 വർഷം മുതൽ അല്ലെങ്കിൽ 16 വർഷത്തോളം എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന സിനിമയായിരുന്നു. പക്ഷേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു വൻ വിജയം എന്ന ഒരു പടത്തിൽ അല്ലെങ്കിൽ എത്തി നിൽക്കുന്നത് നമ്മുടെ രേഖാചിത്രമാണ്. ഈ രേഖാചിത്രത്തിലോട്ട് തന്നെ വരാം. എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ആ ഒരു അവസരം കിട്ടിയത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് തന്നെ എനിക്ക് ഇതിൻ്റെ അസോസിയേറ്റ് ആണ് എന്നെ വിളിച്ചത്. സുമേഷ് വിളിച്ച് എൻ്റെ അടുത്ത് തുടങ്ങിയ ഒരു പരിപാടിയുണ്ട്, നല്ല പരിപാടിയാണ്, അപ്പോൾ എൻ്റെ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഇങ്ങനെ കുറേ കോളുകൾ നമുക്ക് വരാറുണ്ടല്ലോ ബേസിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ സുമേഷ് നീ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഡയറക്ടർ ജോഫി വിളിച്ചിട്ടുണ്ടാ, ഇച്ചിരി പെർഫോമൻസ് ചെയ്യാനുള്ള പരിപാടിയാണ്, അപ്പം നീ ചെയ്താൽ നന്നാവെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ. അപ്പോൾ ഞാനിവിടെ താടിയും മീശ എടുക്കണം ക്യാരക്ടർ. അപ്പോൾ ഞാൻ താടി മീശ എടുക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുക, ചാക്കോച്ചൻ്റെ ഓഫീസർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പടത്തിൽ മീൻസ് പോലീസുകാരൻ്റെ മറ്റേ മീശ വേണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ കുടിയല്ലോ, ഇവിടെ പോലീസ്, ഇവിടെ ചാക്കോച്ചൻ, ഇവിടെ ആസിഫ് അലി. അപ്പം മീൻസ് രണ്ടും എന്നെ സംബന്ധിച്ചാൽ 2 സിനിമയും ചെയ്യണമല്ലോ. അപ്പം ഞാനിവിടെ സംസാരിച്ചപ്പോൾ ഒരു പറഞ്ഞു കുഴപ്പമില്ല, റോൾ കിട്ടുന്നതല്ലേ, മിസ് ചെയ്യണ്ട, നീ ചെയ്തോ, പോലീസുകാർക്ക് മീശയില്ലാത്ത പോലീസുകാരുണ്ടെന്ന്. അങ്ങനെ അത് ചെയ്തു. ഈ കോളുകൾ വന്ന സമയത്തും തിയേറ്ററിൽ ഇത്രയും കയ്യടിയും ഈ ഒരു പടം ഇത്രയും ഹിറ്റ് ആവുമെന്ന് ചിന്തിച്ചിരുന്നോ? ഇല്ല, ചിന്തിച്ചില്ല. ഞാൻ അറിഞ്ഞതില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ വെച്ചു ഒരു പടം നൈസായിട്ട് പരിപാടി. അപ്പം ജോഫിനെ നമുക്ക് വിശ്വാസമുണ്ട്, പ്രീസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഇത്രത്തൊരു ഹിറ്റ് ആവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ കേട്ടോ. അതിന് ഒത്തിരി സന്തോഷം. കാരണം 16 വർഷത്തിനൊരു കഷ്ടപ്പാട് ഒരു പടവേ കിട്ടിയുള്ളതിലെന്നാ ഇടുക്കി തിമിർത്തു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഉണ്ണിലാലുവിനെ പറ്റി അറിയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി വീണ് മുളച്ചതല്ല. നമ്മൾ 16 വർഷമെന്ന് എണ്ണം പറയുമ്പോഴും എനിക്കൊന്ന് ഉണ്ണിലാലുവിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച ഷോർട്ട് ഫിലിം തന്നെ അല്ലേ? അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിലോട്ടുള്ള വരവ് എങ്ങനെയായിരുന്നു?
ഷോർട്ട് ഫിലിമിലോട്ട് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അക്ഷയ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ്റെ ഷോർട്ട് ഫിലിം ചെയ്തത്. അതെനിക്കൊന്ന് സോഷ്യൽ മീഡിയ അന്നില്ല. അതാണൊരു ഷോർട്ട് ഫിലിം ആയിട്ട് ഇറക്കിയത്, നീ എന്നതിൻ്റെ പേര്. അതിന് മുമ്പ് മൊബൈലിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അന്ന് പിന്നെ നമുക്ക് വലിയ ഐഡിയ, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യുന്ന പരിപാടി, നമ്മൾ തന്നെ ഇറങ്ങുന്നു, ആരും കാണുന്നില്ല, അങ്ങനത്തെ പരിപാടി. അപ്പം ഫസ്റ്റ് അതേ ചെയ്തത്. അതിനുശേഷം പിന്നെ ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊച്ചിയിലേക്ക്, പിന്നെ നമുക്ക് കൊച്ചിയിൽ ചേക്കേറുന്നു. അവിടുന്ന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, മീൻസ് ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് ഷോർട്ട് ഫിലിംസും ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്നു. ഈ മറ്റ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനേക്കാൾ, മറ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്നവരെക്കാൾ ഉണ്ണിലാലുവിനെ വ്യത്യസ്തനാക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ തൊട്ട് തലകൂടി പോയ ചില ചിന്തകളാണ് ആ ഷോർട്ട് ഫിലിമിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് ഉണ്ണിലാലിന്റെ ക്രിയേറ്റിവിറ്റി ആണോ? അതായത് ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ്, അല്ലെങ്കിൽ ഞാൻ കണ്ടന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന കണ്ടന്റ്സ് ആണെങ്കിലും, ഞാൻ അല്ലെങ്കിൽ ഇത് നമ്മളെ ലൈഫിൽ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ ടച്ച് ചെയ്ത പരിപാടികളാണ് നമ്മൾ എഴുതുക. അപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇതിനും മാത്രം റൊമാൻസ് അത് ഇത് പ്രേമയില്ലേ. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി. അപ്പം എനിക്ക് കൂടുതൽ ചെയ്തത് പ്രേമമാണ്, റൊമാൻസും കോമഡി പരിപാടിയാണ് നമ്മൾ ചെയ്തത്. അപ്പം റൊമാൻസ് ഓൺലൈൻ ചെയ്ത് ഫസ്റ്റൊക്കെ എനിക്ക് പേടിയുണ്ട്, ഇത് വർക്കാവോ. പക്ഷെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറേ ഏരിയാസ് ഉണ്ടല്ലോ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എഴുതി, അത് വർക്കായി. പിന്നെ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ണിലാലു എന്ന് പറഞ്ഞ വ്യക്തി തിരിച്ചറിയാൻ തുടങ്ങിയത് എപ്പോഴായിരിക്കും? ഷോർട്ട് വീഡിയോസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഷോർട്ട് വീഡിയോസ് അന്ന് സോഷ്യൽ മീഡിയ ഇത്ര വളർന്നിട്ടില്ല. തുടക്കമുണ്ടോ സോഷ്യൽ മീഡിയൻ്റെ തുടക്കമുണ്ടല്ലോ, ആ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം ആദ്യമായിട്ട് കണ്ടന്റ് വീഡിയോസ് ചെയ്തത് നമ്മളാണ്, ഈ കണ്ടന്റ് വീഡിയോസ് ആയിട്ട്. അപ്പം ആ സാധനം എനിക്ക് 2-3 വീഡിയോ ഇറങ്ങിയപ്പോഴത്തേക്കും മറ്റേ ആളുകളൊക്കെ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി, പുറത്തിറങ്ങി പിന്നെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ആ ഒരു പരിപാടി വന്നു. അത് ഭയങ്കര കിടിലൻ പരിപാടിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മളോട് ഫോട്ടോ. ഈ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോഴും ഉണ്ണിലാലു കൊള്ളാം, നല്ല ഷോർട്ട് ഫിലിം ആയിരുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ലക്ഷ്യം സിനിമയാണ്. അതെ അതെ. അതിന് കുറെ വഴി തേടി പോയിട്ടുണ്ടോ, അതോ കയറിയതെല്ലാം നല്ലപോലെ പോയിട്ടുണ്ടോ? സീരിയസ്ലി സിനിമയിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്ത് തുടങ്ങിയത്. എങ്ങനെയെങ്കിലും നമ്മൾ എത്തണം. അതിന് വഴി ഇപ്പോൾ ആകെ അഭിനയിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കിട്ടുന്ന എല്ലാം അഭിനയിക്കുക. അപ്പോഴും ചാൻസ് ചോദിച്ച് കുറേ പോയിട്ടുണ്ട്. അത് എൻ്റെ സൈഡിൽ നടക്കുന്നുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും എൻ്റെ ലക്ഷ്യം സിനിമയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഈ ഉണ്ണിലാലുവിൻ്റെ ഇൻ്റർവ്യൂ നടന്നപ്പം ഞാൻ കുറച്ച് സൗഹൃദങ്ങളെ വിളിച്ചായിരുന്നു. അപ്പോൾ ആ സൗഹൃദങ്ങൾ പറഞ്ഞൊരു കാര്യം, 2 നില കെട്ടിടം, 3 നില കെട്ടിടം, 2 നില വീടൊക്കെ വീടിന് തൊട്ടപ്പുറം ഇപ്പുറം ഉള്ളപ്പോഴും നമ്മുടെ ഒരു കുഞ്ഞു വീടാ, ഒരു സാധാരണക്കാരനാ. അപ്പോൾ എനിക്കറിയേണ്ട കാര്യം, ഈ സാധാരണക്കാരനായ ഒരു വ്യക്തി ആ ഒരു വീട്ടിൽ നിന്ന് കൂലിപ്പണിക്കാരനായ മകനായിട്ട് മുന്നോട്ട് പോകുമ്പം ആരെങ്കിലുമൊക്കെ തിരിഞ്ഞു നോക്കാതെ പോയിട്ടുണ്ടോ? കുറേ ആൾക്കാർ. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുള്ള പരിപാടി ഞാൻ പറഞ്ഞില്ല. അതായത് ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്ത് ഒക്കെ വലിയ വലിയ വീടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇവർക്ക് നമ്മളെ സ്നേഹമുണ്ട്. പക്ഷേ എപ്പോഴും നമ്മളെ കണ്ടിരുന്നൊരു പരിപാടി ഉണ്ട് എല്ലാവർക്കും നാട്ടിൽ മൊത്തത്തിൽ. നമ്മളൊരു കുഞ്ഞിപ്പോൾ എൻ്റെ വീട് എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വെള്ളം വരും, ഫുൾ ചളിയായിരിക്കും മൊത്തം. അപ്പം മൊത്തത്തിൽ ചില മഴ ഉറങ്ങാൻ പറ്റൂല, ഉറക്കമൊക്കെ ഒന്നും ഉണ്ടാവില്ല. മഴ ചെയ്ത് കഴിഞ്ഞാൽ ചോരും. പിന്നെ ഒരു പാത്രമൊക്കെ വെച്ചുള്ള പരിപാടിയാണ്, പാത്രങ്ങൾ പരിപാടിയാണ്. പാത്രമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങും. അങ്ങനെ ഒരു ലൈഫ് എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. ആ വീട്ടിൻ്റെ അപ്പുറത്തൊരു കല്യാണം, വലിയൊരു വീട്ടിലെ കല്യാണം ഉണ്ട്. അപ്പം വീട്ടിലെ എല്ലാവരും പോകുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ വിളിച്ചില്ല. അപ്പോൾ ഞാൻ ആലോചിക്കും, അയ്യോ എന്തൊരു അവസ്ഥ അത്. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇപ്പം എല്ലാവരും വിളിക്കുന്നുണ്ട്, എല്ലാ പരിപാടിക്കും വിളിക്കുന്നുണ്ട്, അറിയാത്തവരും വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ എൻ്റെ ഒരു സുമേഷേട്ടൻ പറഞ്ഞ ചേട്ടൻ വിളിച്ചോടാ, നാട് മൊത്തം നിന്നെ പറ്റിയ സംസാരം എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഈ ഇപ്പം ഉണ്ണി തന്നെ പറഞ്ഞു, ബ്രോ ഒരു പാവപ്പെട്ട ഫാമിലി ആയിരുന്നു. ഓക്കെ, അപ്പം അവിടെ ഉണ്ണി ഇങ്ങനെ സിനിമയുടെ പുറകെ നടക്കുന്ന സമയത്ത് പൈസയ്ക്ക് പൈസ തന്നെ വേണം തീർച്ചയായിട്ടും. അപ്പം എപ്പോഴെങ്കിലും ഒരു മടുപ്പ് തോന്നുമോ? അല്ലെങ്കിൽ 16 വർഷം ചെറിയൊരു വർഷമല്ല, അവിടെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കിട്ടിയ ഒരു പ്രചോദനം എന്തായിരിക്കും? അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ സിനിമയോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. എനിക്ക് വേറൊരു ചിന്തയില്ല. അപ്പം പക്ഷേ സർവൈവ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് പല ജോലികൾ ചെയ്യും. മൊബൈൽ ഷോപ്പിൽ നിന്നിട്ടുണ്ട്, അതേപോലെ സെയിൽസിൽ നിന്നിട്ട് കുറേ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മൊമെൻറ്റിൽ എനിക്ക് തോന്നി, ഇതാണല്ലോ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ജോലി, എനിക്ക് ഇഷ്ടമുള്ള പാഷൻ ഇതാണ്. അപ്പം ഇതിന് വേണ്ടി ട്രൈ ചെയ്തില്ലെങ്കിൽ ഞാൻ തോറ്റുപോയാലും കുഴപ്പമില്ല. പക്ഷേ ട്രൈ ചെയ്യാതെ ഞാൻ തോറ്റുപോകാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് മൊത്തമായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ അതിലാകെ എനിക്കറിയില്ല, എനിക്ക് എങ്ങനെയെങ്കിലും നടനാവണം എന്നുള്ളത് മാത്രം എൻ്റെ മൈലുണ്ടായിരുന്നു. ഇപ്പം ജോലി റിസൈൻ ചെയ്ത കാര്യം പറഞ്ഞപ്പം പോലും സ്ഥിരം ഒരു വരുമാനമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ജോലി. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ 2 ചിന്തയുണ്ട്. ഒന്നീ രക്ഷപ്പെടാം, അല്ലെങ്കിൽ തിരിച്ച് മടങ്ങിപ്പോയ ഒരു 1.5 പോക്കായിരിക്കും, രക്ഷപ്പെട്ടാൽ മുന്നോട്ട് പോകും. അവിടെ എല്ലാം എന്നെ മുന്നോട്ട് നയിക്കാൻ കാണിച്ചൊരു പ്രചോദനം എന്താണ്? സിനിമ തന്നെ. അതായത് ഞാൻ വിഷമം വരുമ്പം അല്ലെങ്കിൽ എല്ലാ സമയത്തും തിയേറ്ററിൽ പോയിട്ട് നിൽക്കും. അപ്പോൾ എനിക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ എനിക്കിങ്ങനെ ഓക്കെ, അടിപൊളി, കൂൾ. സിനിമയാണ് എന്നെ ആ ഒരു പ്രചോദനം.
ഈ എത്ര വിഷമങ്ങളെയും മാറ്റി നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോം തിയേറ്റർ തന്നെ. അതെ അതെ, നമ്മളെല്ലാം മറന്നിട്ട് ആ 2-2.5 മണിക്കൂർ നമ്മളവിടെ ഇരിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഈ പറഞ്ഞ മാതിരി നമുക്കൊരു ബൂസ്റ്റപ്പ് കിട്ടും. യെസ്, നടനാവും. അപ്പോൾ പുറത്തിറങ്ങും, ഓക്കെ, നമ്മുടെ വിഷമങ്ങളൊക്കെ മാറി മുമ്പോട്ട് പോകും. ഇപ്പം പറഞ്ഞു ജോലി അങ്ങനെ വിട്ടിട്ട് ഇതിലോട്ട് യാത്ര തിരിക്കുക. അപ്പൊ ഈ യാത്ര തിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധി മുന്നിലുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്തു പോയത് എങ്ങനെ? സത്യം പറഞ്ഞാൽ ഞാനത് ആരും എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. കാരണം ഓരോ സമയത്തും ഞാനിങ്ങനെ കൊച്ചിയിലേക്ക് വന്നപ്പം എൻ്റെ കയ്യിൽ 5-ന്റെ പൈസ ഇല്ല. ഞാൻ ഒരു ഹോസ്റ്റലിലൊക്കെ നിന്ന് ആ സമയത്ത്. അവിടെ പൈസ ഇല്ല, അവിടെ കൊടുക്കാനും പൈസ ഇല്ല. ഞാൻ അവിടെ നിന്ന് കടക്കെ മേടിച്ചിട്ടാണ് കൊടുക്കുക. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ജോലി പരിപാടിക്കൊക്കെ പോകും, എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കിനൊക്കെ പോകും. ആളുകൾ നോക്കുമ്പോൾ ഉണ്ണിലാലോ വേണം അല്ലേ? അതെ അതെ, അല്ല അന്നും ഉള്ളത് ആയിട്ടില്ല. അത് വന്ന സമയത്ത് നമുക്ക് അറിയില്ലല്ലോ, പിക്ചറില്ലാതിരിക്കുക. അപ്പം പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയോ എൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അവിടെ നിന്നൊക്കെ കാശ് കിട്ടി, ചെറിയ ചെറിയ പരിപാടി കിട്ടി, അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി. അത് ചില സമയത്ത് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെ, ഞാൻ ആലോചിക്കുക EMI അടച്ചല്ലോ, ഇതൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തോ ദൈവത്തിൻ്റെ ഒരു ഇത്. ഇപ്പം ഇന്നിപ്പം ഒരു വൻ ഹിറ്റ് സിനിമയുടെ ഒരു ഭാഗമായി കഴിഞ്ഞതിൻ്റെ പിന്നിൽ നമ്മൾ നോക്കുമ്പം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് നമുക്കറിയില്ലല്ലോ ഈ സിനിമയിലേക്ക് ഇത് എങ്ങനെ എത്തും എന്നൊരു ഐഡിയ നമുക്ക് അപ്പോഴും ഇല്ല. കാരണം പാരമ്പര്യമായിട്ട് അത്രമേൽ ബന്ധങ്ങളൊന്നും നമുക്കില്ല, ഒന്നുമില്ല. എനിക്കിപ്പോഴും വിനീതേട്ടനെ ഞാൻ അയച്ച മെസ്സേജ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ വൻ ക്രിഞ്ചാ. എന്ത് അതായത് ഉണ്ണിലാലുവിന്റെ തുടക്ക സമയത്ത് വിനീത് ശ്രീനിവാസൻ ഉണ്ണിലാലു അയച്ചൊരു മെസ്സേജ് നമുക്കിപ്പം കാണാം. അയ്യോ, അത് സീനാട്ടോ. വിനീതേട്ടനൊക്കെ കണ്ടാൽ എന്ത് ക്രിഞ്ചാ. അത് എടുത്തരാം. ഇത് ഞാൻ തന്നെ ഇത് വായിക്കുമ്പോൾ എനിക്കൊരു സ്റ്റോറി ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അയ്യോ, ക്രിഞ്ചാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അയച്ചത് 2014, അതായത് 11 വർഷം മുമ്പ് അയച്ചതാ. അയ്യോ, വായിക്കണോ? 11 വർഷം മുമ്പ് ഉണ്ണിലാലു വിനീത് ശ്രീനിവാസൻ അയച്ചത്. ഡിയർ വിനീതേട്ടാ, ഐ ആം ഉണ്ണി, കാലിക്കറ്റാണ് പ്ലീസ്. എനിക്ക് ഫിലിമിൽ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അയ്യോ, ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ്, ബട്ട് ഒന്നും നടന്നില്ല. ഓരോ ഓഡീഷൻ സെൻറ്ററിൽ കയറി ഇറങ്ങി, ചെരുപ്പ് തേഞ്ഞ്. അയ്യോ, പലതും സെലക്റ്റായി, ബട്ട് കാശ് അതില്ലാതെ നടക്കുന്നില്ല. എന്താ ചെയ്യുക? ഐ ഹാവ് നോ വേ. ഈ മെസ്സേജ് ഞാൻ ചേട്ടൻ അയക്കുന്ന ചേട്ടനൊരു പക്ഷെ കാണുമോ എന്നറിയില്ല. എന്നാലും എൻ്റെ സമാധാനത്തിന് അഞ്ചാ പോലെ ചിലപ്പോൾ ചേട്ടൻ ഇത് കണ്ടാൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടാലോ എന്ന് കരുതിയാ. എന്ന് സ്വന്തം ഉണ്ണിലാലും കോഴിക്കോട്. ഓവർ വലിച്ചു നീട്ടിയാൽ ക്ഷീണാവും. ചേട്ടൻ സംഭവം മനസ്സിലായല്ലോ. അയ്യോ, ഇത് വിനീതേട്ടൻ കണ്ടോ? എവിടെന്ന് കാണുന്നുണ്ടെങ്കിൽ വിനീതേട്ട അതേ അയച്ചൊരു മെസ്സേജാണ്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നതേ, ഞാനും ഈ ഒരു ആങ്കറിങ്ങിലോട്ട് വരുന്നതിനൊക്കെ മുമ്പ് നമ്മൾ ഈ ഓരോരുത്തർക്കും മെസ്സേജ് അയക്കണം. അപ്പോൾ എനിക്ക് അനുമോളെ ഇഷ്ടമായിരുന്നു, നമ്മുടെ സ്റ്റാർ മാജിക് മീൻസ് അവരുടെ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഞാൻ അനുമോടെ അക്കൗണ്ടിൽ കയറിയിട്ട് ചേച്ചി, എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഉമ്മ ഇതിൽ ഇമോജി ഒരു 5 ഉമ്മ. കുറച്ച് കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് അനുമോള്, എടാ ഈ നീ ആയിരുന്നു, നീ എന്ന് അപ്പൊ ഇപ്പൊ ഉണ്ണിക്കുള്ളൊരു സാധനമാണ് നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുന്നത് അല്ലേ? മനസ്സിലായി. ശരിക്കും നമ്മൾ ചില സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കടന്നു പോകും. എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ആസിഫിക്കോട് ഇരിക്കണം, അല്ലെങ്കിൽ നടന്മാരോട്ടിരിക്കണം. അത് റിയൽ ലൈഫിലോട്ട് വന്നു കഴിയുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആസിഫിക്ക എനിക്ക് പണ്ടുതന്നെ ആസിഫിക്കനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ നോക്കുമ്പം ഇപ്പം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ, പറഞ്ഞ മാതിരി. പുള്ളി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സിനിമയിൽ വന്നാണല്ലോ. അപ്പം ഇങ്ങനെ ആളുകൾ കാണുമ്പോൾ പുള്ളി വന്നു, അപ്പം നമുക്ക് വരാൻ പറ്റും എന്നൊരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ പുള്ളീനെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായി പോയ സമയത്തും ആസിഫ് ഖാൻ്റെ സെവൻസ് പടത്തിലൊക്കെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ മൈക്ക് പിടിച്ചിട്ട് സാർ പറയൂ സാർ, എന്താ സാർ ഈ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. അന്ന് ഒരു പഴയ ഫോട്ടോ ഒക്കെ പോയി. അപ്പം അത് അന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറേ വർഷങ്ങളായിരുന്നു നമ്മൾ പല സിനിമകളിലും യുണൈറ്റഡ് സ്റ്റേറ്റ് പോകുന്നു, പുള്ളിയെ കാണുന്നുണ്ട്. ഇപ്പം പുള്ളിയോട് ഞാൻ അഭിനയിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ അമ്മേ ഞെട്ടി. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീൽ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഉണ്ണി ഇപ്പം ആസിഫിക്കയുടെ കേസ് പറഞ്ഞപ്പം തന്നെ ഇന്ന് ആസിഫിക്ക എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇക്ക എന്ന് പറയുമ്പോൾ ആസിഫിക്കയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. അപ്പം ഒരു സമയത്ത് ഒരു കാലഘട്ടത്ത് ഈ പറയുന്ന ആളുകൾ തന്നെ ആസിഫിക്കയെ തള്ളി പറഞ്ഞിട്ടുണ്ട്, ഇവരെയും കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ പിന്നീട് കാലഘട്ടം തന്നെ തെളിയിച്ചു മലയാളികൾക്ക് ഒറ്റപ്പേരേ ഉള്ളൂ, ആസിഫിക്ക അല്ലേ? ആസിഫിക്കയുമായിട്ടുള്ള കോമ്പിനേഷൻ എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ നമുക്ക് ആസിഫ് ഖാൻ എല്ലാ മലയാളികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ട് ഇഷ്ടമാണ്. ആ ചിരിയാണെങ്കിലും നടത്തമാണെങ്കിലും അഭിനയമാണെങ്കിലും അതെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളിയുടെ കുറേ പടങ്ങൾ
അത്ര വർക്കായില്ലാത്തപ്പോൾ എല്ലാവരും മറ്റേ ഭയങ്കര കുറ്റം പറയുന്നു, ഇപ്പോൾ റിവ്യൂവേഴ്സ് ആണ് ഭയങ്കര മോശമായിട്ട് പറയുന്നു, അത് പറയുന്നു. അപ്പം നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഉള്ളിലുള്ള എല്ലാവർക്കും ആസിഫ്ക്ക് തിരിച്ച് വരണം എന്നുള്ളൊരു ഭയങ്കര സാധനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം മുതൽ പുള്ളിയെ തിരിച്ചു വന്നൊരു വരവുണ്ട്. അപ്പം എനിക്ക് തോന്നിയത് പുള്ളിയുടെ ക്യാരക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവുള്ളൂ. പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈശ്വര ഇങ്ങനൊരു മനുഷ്യൻ. കാരണം പുള്ളിക്ക് ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിലും പുള്ളി ചിരിച്ചോണ്ടാണ് ഫേസ് ചെയ്യുന്നത്. ഈ മറ്റുള്ളവരുടെ ഉള്ളറിഞ്ഞ എല്ലാവരും പാവങ്ങളാണ്. അയ്യോ പറഞ്ഞൊരു ഭയങ്കര പാവമാണ് അത് അറിയാം. പക്ഷെ എനിക്കൊന്ന് പുള്ളിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരാളും പുള്ളിയുടെ ഒരു പടം ഫ്ലോപ്പ് ആയാൽ പോലും അല്ലെങ്കിൽ വർക്കായില്ലെങ്കിലും ആരും പറയലും അത്. ഈ ആസിഫിക്കയുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഇടപഴകിയിട്ടുള്ള ആളുകൾ എന്നോട് പേഴ്സണലി പറഞ്ഞത് ഒരു പ്രത്യേക പോസിറ്റീവ് അല്ലേ ആളിൽ നിന്ന് കിട്ടുന്നത്. ഭയങ്കര പോസിറ്റീവാണ്. പുള്ളി ജസ്റ്റ് നോക്കിയാൽ തന്നെ മതി. ഐ മീൻസ് ഞാൻ അങ്ങനെ ഇന്റർവ്യൂ സമയം അല്ലെങ്കിൽ പ്രൊമോഷൻ സമയത്ത് നിൽക്കുമ്പോൾ പുള്ളി ഉണ്ണി എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഈ മനുഷ്യൻ നമ്മളെ വിളിക്കുന്നല്ലോ. ആ ഒരു പോസിറ്റീവ് ഉണ്ട്. പുള്ളിയുടെ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്, ഭയങ്കരമായിട്ട് നമ്മളെ ചേർത്ത് നിർത്തും. ആ ഒരു സംഭവം എനിക്കൊന്ന് വേറെ ആരും അങ്ങനെ ഇപ്പം ഞാൻ പല ആൾക്കാരും കണ്ടിട്ടില്ല. അങ്ങനെ ചേർത്തുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്ക് ഒരു ആവശ്യമില്ല. പുള്ളി എന്നെ ഫുൾ ടൈം ചേർത്ത് പിടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു റീലുണ്ട്. ഉണ്ണി കണ്ടായിരുന്നോ? ആസിഫിക്ക് ഉണ്ണിയെ പറ്റി പറയുന്നത്. ഞാൻ കാണാതെ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. ആസിഫിക്ക് ഉണ്ണിയെ പറ്റി പറഞ്ഞു, ഇനിയും ആസിഫിക്ക് പറഞ്ഞ ഡയലോഗ് ഉണ്ണി ഒന്ന് പറഞ്ഞേ. അല്ല ആസിഫിക്ക് പറഞ്ഞ വെച്ചാൽ ഇപ്പം ഞങ്ങൾ കുറെ ഷോർട്ട് കുറെ മറ്റേ കോളേജ് തിയേറ്റർ വിസിറ്റിംഗ് പ്രൊമോഷൻ ഒക്കെ പോകുമ്പോൾ കോളേജിൽ നടനായിട്ടല്ല ഉണ്ണിയെ അറിയുന്നത് അല്ലേ? അതായത് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഷോർട്ട് ഫിലിംസ് എന്നെ ഷോർട്ട് ഫിലിം ചെയ്ത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ആസിഫിക്ക എനിക്കല്ല ആസിഫിക്ക ഷോർട്ട് ഫിലിം ഒന്നും കണ്ടോന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ആസിഫിക്ക മീൻസ് അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല, എന്നോട് അതിനെ ചോദിച്ചിട്ടേ ഇല്ല. പക്ഷേ പെട്ടെന്നാണ് ആ ഒരു ഫാൻസ് മീറ്റിലെ ആ സമയത്ത് പുള്ളി പെട്ടെന്ന് പറയുന്നത് ഇങ്ങനെ ഷോർട്ട് ഫിലിംസ് ഇനി മുതൽ ഉണ്ണി ഷോർട്ട് ഫിലിംസിലൂടെ അറിയപ്പെടില്ല, ഇനി മുതൽ രേഖാചിത്രത്തിലൂടെ ആയിരിക്കും ഉണ്ണി എന്ന ആക്ടർ അറിയപ്പെടാൻ പോകുന്നതെന്ന്. അത് സത്യമായി. ഇത് പറഞ്ഞതാരാ? ആസിഫ് അലി. അത് ഭയങ്കരമായിട്ട് കറക്റ്റായി. കാരണം വെച്ചാൽ പുള്ളി പറഞ്ഞ പോലെ തന്നെ പുള്ളി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടപ്പോൾ എടാ പറഞ്ഞാൽ കറക്റ്റായി. കാരണം അതിന് ശേഷം ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നോട് ആളുകൾ ഷോർട്ട് ഫിലിം ആക്ടർ എന്നല്ല ചോദിക്കണത്, പടത്തിൽ നന്നായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. ഈ രേഖാചിത്രം എന്ന് പറഞ്ഞ പടം വന്നതിന് ശേഷമാണോ ഉണ്ണിലാലു എന്ന ആക്ടറിനെ ആക്ടറാക്കി ശരിക്കും? അതായത് എന്നെ കുറച്ചും കൂടി ഇപ്പം എനിക്കൊരു ആളുകളിലേക്ക് എത്തിച്ചത് ആക്ച്വലി രേഖാചിത്രമാണ്. ഓക്കെ, വൈഡ് ആയിട്ടുള്ള ആളെ എത്തിച്ചു. ആക്ച്വലി ഇതിനു മുമ്പേ ഫ്രീഡം ഫൈറ്റ് എന്നൊരു പടം ചെയ്തിട്ടുണ്ട്. അതും ഭയങ്കരമായിട്ട് എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തൊരു പടമായിരുന്നു. രേഖ എല്ലാവരും അടിപൊളിയാന്ന് പറഞ്ഞ പടമായിരുന്നു. രേഖയ്ക്കാണ് മറ്റേ ബെസ്റ്റ് ആക്ട്രസ് ഫിൻസിക്ക് അവാർഡ് കിട്ടിയത്. അപ്പം ഈ 2 പടങ്ങളാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തൊരു പടങ്ങൾ. പക്ഷേ ആ പടങ്ങൾ എത്തിയില്ല, മീൻസ് ഓഡിയൻസിലേക്ക് എത്തിയില്ല. അത്ര തിയേറ്റേഴ്സിൽ വന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് എത്താൻ പറ്റിയില്ല. പിന്നെ OTT വന്നു, എന്നാൽ ഇപ്പോഴും കണ്ടിട്ടില്ല. ഇപ്പോഴും എന്നെ കാണുന്ന ആളുകൾ ഷോർട്ട് ഫിലിം കൊള്ളുകയെന്ന് പറഞ്ഞത്. പക്ഷേ വൈഡായിട്ട് എത്തിയത് രേഖാചിത്രമാണ്. രേഖയിൽ നിന്ന് രേഖാചിത്രത്തോട് യാത്രയായിരുന്നല്ലേ? അതെ 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 അതെ. രേഖയ്ക്ക് എന്തോ ഭയണ്ടെന്ന് തോന്നുന്നു. ഈ രേഖാചിത്രം ഞാനാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ പോലും ആദ്യം വരുന്ന 2-3 കമന്റ് ഞാൻ പറയാം, ഉണ്ണിയാണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാവത്തില്ല. പറഞ്ഞിട്ടുണ്ടോ? എത്ര ഞാൻ തിയേറ്റർ വിസിറ്റ് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഞാൻ ആസിക്ക എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ എല്ലാവരും അപ്പം ആർക്കും അറിയില്ല എന്നെ, എനിക്ക് താടി വെച്ചിട്ടല്ലേ. അപ്പോൾ ഒരു പയ്യൻ വന്ന് ചേട്ടാ ഈ പടത്തിലുണ്ടോ? ഞാൻ ഉണ്ട്. ഏത് ക്യാരക്ടർ? ഞാൻ പറഞ്ഞ ആ ക്യാരക്ടർ. ചേട്ടനാണോ? അയ്യോ മനസ്സിലായില്ലോ കേട്ടോ. മോസ്റ്റ്ലി എല്ലാവരും വിചാരിക്കും ഞാൻ ചുമ്മാ വരാമെന്ന് എല്ലാവരും പിന്നെ കുറെ സ്ഥലത്ത് ആസിക്ക പക്ഷേ കുറെ സ്ഥലത്ത് പറഞ്ഞു ഇവനാണ് അത് ചെയ്തതെന്ന് റിവീൽ ചെയ്തു. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ആസിഫിക്ക് പറയേണ്ട ഒരു ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല അല്ലേ? എന്നിട്ടും ആള് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഉണ്ണി നിന്റെ പവറാണ് കേട്ടോ. അത് പവറൊന്നും എൻ്റെ ഭാഗ്യമാണ്. അതെ, ഉണ്ണി നമ്മൾ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറാണെങ്കിലും നമ്മുടെ സിനിമയാണെങ്കിലും ഇത് നമ്മളെ ഏറ്റവും സന്തോഷമാക്കുന്നത് ആ തിയേറ്ററിൽ ആൾക്കാരുടെ മുന്നിലിരുന്ന് കാണുമ്പോഴല്ലേ? അതെ 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 സത്യം. കാരണം ആ തിയേറ്ററിൽ നമ്മളിപ്പോൾ എല്ലാവരും നമ്മൾ ഈ പടം കണ്ടിട്ട് എല്ലാവരും തിരിച്ചിറങ്ങുമ്പോൾ വന്നൊരു പറയുന്ന ഡയലോഗ് മീൻസ് ബ്രോ അത് കൊള്ളായിരുന്നു കേട്ടോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് പറയുന്നുണ്ട്. ആ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ വേറെ ഒരിടത്തിനും കിട്ടില്ല. അതാണ് നമ്മളെ ഏറ്റവും ഈ പറഞ്ഞ മാതിരി എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ മാതിരി ഈ ഒരു സാധനം. ഈ രേഖാചിത്രം എന്ന പടം കൊണ്ട് ഉണ്ണിക്ക് ഗുണം ചെയ്ത 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അറിയപ്പെട്ട ഒരു വൈഡിൽ നിന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്തി. 2, ഉണ്ണിലാലു എന്ന ആക്ടറിനെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതിലുപരി ആസിഫിക്കയും മമ്മൂക്കയും ഒന്നിച്ച് കൂടെ നിന്നല്ലേ? അതില് എന്റെ ഉണ്ണി ആരാ കേക്ക് തന്നെ? ഓരോരുത്തർ കേക്ക് കൊടുത്ത് വരുമ്പോഴേ ഉണ്ണി ചിന്തിച്ചു ദൈവം എനിക്ക് തരുവോ ഉറപ്പല്ലേ? ഞാനിങ്ങനെ നിൽക്കും, ഞാൻ നിശാന്തേട്ടൻ ബാക്കിൽ നിൽക്കുന്നുണ്ട്. നിശാന്തേട്ടൻ കേക്ക് കിട്ടുമോ? നിശാന്തേട്ടനാണെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വന്നായിരുന്നു. നിശാന്തേട്ടൻ ഭയങ്കരമായിട്ട് മറ്റേ നമുക്ക് അപ്പം ഞങ്ങൾക്ക് സംശയം തരുമോ? അപ്പം ഞങ്ങനെ നമുക്ക്
നമുക്ക് നിശാന്തേട്ടൻ ഞാനും നമുക്ക് നോക്കി ആ എടോ എന്നിട്ട് ആ പറഞ്ഞ പുള്ളി നോക്കിയപ്പോൾ ഞങ്ങൾ സ്റ്റക്കായി, ഞാൻ സ്റ്റക്കായി, ഞാൻ എന്താ പുള്ളി പറയണത്. പിന്നെ പുള്ളി എന്തോ ഡയലോഗ് പറഞ്ഞു ആക്ച്വലി ആ വീഡിയോയിലുണ്ട്, അതെനിക്ക് ഓർമ്മയേ ഇല്ല. എങ്ങനെ എന്തോന്ന് പുള്ളി കേൾക്കായിരുന്നു, എന്തോ ഡയലോഗ് പറയുന്നു, എന്തോ പറഞ്ഞു തരുമ്പോ എന്തോന്ന് പറഞ്ഞതിൻ്റെ അടുത്ത്, എന്താ പടത്തിനെ പറ്റി എന്തോ സംഭവം തോന്നുന്നു, എന്താ എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ കേട്ടില്ല, കേൾക്കുക വേറൊരു വേൾഡിലായിരുന്നു നമ്മള്. ഒരു ഒന്നൊന്നര മൊമെന്റ് ആയിരുന്നു. അയ്യോ ഫസ്റ്റ് വരെ മമ്മൂക്കയുടെ വീട്ടിൽ പോയത് കിട്ടില്ല മൊമെന്റ് ആയിരുന്നു. വീട്ടിൽ പോയപ്പോൾ ഞാനിങ്ങനെ മമ്മൂക്കയുടെ വീട് നമ്മൾ ആദ്യമായിട്ടല്ലേ, പണ്ട് മമ്മൂക്ക ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു, മമ്മൂക്ക അപ്പൊ തന്നെ മൊത്തം ഇങ്ങനെ ഞാൻ. പിന്നെ ഫോട്ടോ എടുക്കൽ, ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അത് വെച്ചാൽ ഞാൻ നമുക്ക് തൊട്ടോട്ടെ ആ ഫോട്ടോ കണ്ടറിയാം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ മൊത്തത്തിലൊരു വേറൊരു അവസ്ഥയിലായിരുന്നു മമ്മൂക്കനെ കണ്ടപ്പോൾ. ഒരു വിസ്മയം നടന്നു. അയ്യോ സത്യം സത്യം സത്യം, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ മുമ്പിലേക്കല്ലേ. എടാ നമ്മുടെ വീട്ടിൽ കല്യാണത്തിന് നമ്മളെ വിളിച്ചിട്ടില്ലേലും മമ്മൂക്കയുടെ വീട്ടിൽ പോയി പഴംപൊരിയും കഴിച്ചു. നല്ല പഴംപൊരി ഇരുന്നു. അടിപൊളി. ഇനി നമ്മുടെ ഷോർട്ട് ഫിലിമോട്ട് വരുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, റൊമാൻസ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ഉണ്ണിലാലുവിന്റെ അഭിനയത്തിലും എഴുത്തിലും ആളുകളെ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇത്. അപ്പൊ റിയൽ ലൈഫിൽ ഇതുപോലെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? 2, പ്രണയത്തിന് ഉണ്ണി കൊടുക്കുന്ന ഒരു വാല്യൂ എന്തായിരിക്കും? അല്ല റിയൽ ലൈഫിൽ എനിക്ക് കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ പ്രണയമില്ലാത്ത മനുഷ്യണ്ടോ. അപ്പോൾ പ്രണയത്തിൽ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നതാണെങ്കിലും എൻ്റെ ഷോർട്ട് കണ്ടന്റ് ആണെങ്കിലും എൻ്റെ ലൈഫിൽ എവിടേക്കോ നടന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പരിപാടി. പ്രണയത്തിന് ഞാൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ പ്രണയത്തിൽ എപ്പോഴും ഒരു ട്രസ്റ്റ് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ട്രസ്റ്റ് വേണം. ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പ്രണയമില്ല. പിന്നെ ഒരു റിലേഷൻ ഉണ്ടാകുമ്പം ഒരു തേർഡ് പേഴ്സൺ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ റിലേഷൻ കുറച്ച് പ്രശ്നമാണ്. തേർഡ് പേഴ്സൺ വന്നാലും കുഴപ്പമില്ല, പക്ഷേ ആ ആൾക്ക് അതിപ്പം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അത് ഗേൾ ഫ്രണ്ട് അല്ല ബോയ് ഫ്രണ്ട് ആർക്കാണെങ്കിലും അയാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുമ്പം ആ പ്രേമം പിന്നെ വർക്കൗട്ട് ആകാൻ ചാൻസാണ്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഒന്ന് ഇരുന്ന് സംസാരിച്ച് തീരാവുന്നതല്ലേ ഉള്ളൂ, പക്ഷെ അതിന് പോലും മനസ്സ് കാണിക്കത്തില്ല. അത് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഒരു തേർഡ് പേഴ്സൺ ആവശ്യം എന്താണ് ഒരു റിലേഷൻ ഉണ്ടാകുമ്പം. ഇപ്പോൾ എന്നോട് പറയാൻ പറ്റാതെ കാര്യങ്ങൾ അയാളായിട്ട് ഷെയർ ചെയ്യുമ്പം അയാളായി ഇമ്പോർട്ടൻ്റ് ആയി. അല്ലെങ്കിൽ അയാളുടെ അടുത്ത് പറയാം, പുള്ളിയുടെ അടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ റിലേഷനിലാണ്, എന്താ കാര്യം? അല്ലെങ്കിൽ ആളെന്തിനാ? അപ്പോൾ ഈ ആളും വിചാരിക്കും അല്ല അവനോട് പറയാൻ പറ്റത്തൊക്കെ എന്നോട് പറയുന്നു, അപ്പോൾ അവർ തമ്മിൽ വലിയ സെറ്റല്ല എന്നൊരു സാധനം വരുമല്ലോ. അതാണ് ഈ തേർഡ് പേഴ്സൺ വരുമ്പോഴാണ് മോസ്റ്റ്ലി ഞാൻ കണ്ടിടത്തോളം ഒരു തേർഡ് പേഴ്സൺ വരുമ്പോഴാണ് എല്ലാ റിലേഷൻഷിപ്പും ബ്രേക്ക് ആവാറ്. അതായത് തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റുന്നൊരു വാക്ക് ബെസ്റ്റി. സീരിയസ്ലി ഞാൻ ആദ്യം ഈ ബെസ്റ്റി എന്ന് പറഞ്ഞ പരിപാടി ഒന്നും നമുക്കറിയില്ലല്ലോ. പിന്നീടാണ് ഇത് ഇങ്ങനെ ഒരു പേര് വന്നത്. ഇത് പണ്ട് മുതലുള്ള പരിപാടിയാണിത്. പക്ഷേ അതാണ് മെയിൻ. പിന്നെ ഈ കള്ളങ്ങൾ പറയാതിരിക്കാന്ന് മെയിൻ സാധനം. അപ്പം നമ്മളിപ്പം ഈ പറയുന്ന തേർഡ് പേഴ്സൺ പല കാര്യങ്ങളും ചെയ്തു, പലരും പറയുന്നു. ഇതൊരു മൊമെൻറ്റിൽ നമ്മൾ അറിയും. തീർച്ചയായും. അപ്പം നമുക്കുണ്ടാകുന്നൊരു വിഷമം ഉണ്ടായി, അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ അടുത്ത് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നറിയുന്നൊരു സമയമുണ്ട്. അതിന് എത്രയൊക്കെ ന്യായീകരിച്ചാലും കൺവിൻസ് ചെയ്താലും ആ സംഭവം ഞാനും ഇന്ന് വിശ്വസിക്കുന്ന പറയാനുള്ളത് മുഖത്ത് നോക്കി അങ്ങ് പറയാം. അപ്പോഴത്തെ ഒരു ദേഷ്യം കാണത്തുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നു, അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്തു, ചേട്ടാ ഞാൻ അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തുടാ, ഇത് ഇങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഓക്കെ, പക്ഷെ ഇത് കുറേ നമ്മളറിയില്ലോ, നീ എന്നാ അങ്ങനെ ചെയ്തല്ലേ എന്നറിയുന്ന സാധനമല്ലോ. അത് ഭയങ്കര ഇല്ലാതായി പോയല്ലേ. പിന്നെ നമ്മൾ ഒറ്റടിക്കലാണ്ടായി. ഞാനൊക്കെ നെഞ്ചൂട്ടി കരഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഇൻസിഡൻറ്റ് അറിഞ്ഞിട്ട്. ആരോടും പറയാൻ പറ്റുമോ? ഭയങ്കര വിഷമം. അപ്പം അത് അനുഭവിച്ചവർക്ക് ശരിക്കും മനസ്സിലാവും അങ്ങനെ ഒരു ആ ഒരു പെയിൻ. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറേ പെയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഈ റിലേഷൻ ആണെങ്കിലും സൗഹൃദങ്ങൾ എടുത്ത് നോക്കിയാലും നിന്നെ കൊണ്ടൊക്കെ പറ്റുവാടാ, നീ ചുമ്മാ ഈ 16 വർഷം ഇതിൻ്റെ പുറകെ നടക്കാൻ, നിനക്ക് വേറെ ഗൾഫ് പ്രവാസിയായിട്ട് പോയി നീ വീട് ഉണ്ടാക്കുക അല്ലെങ്കിൽ കഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞ് തളർത്തിയിട്ടുള്ള ആരെങ്കിലും? ഉണ്ട്, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ സിനിമയുടെ പിന്നാലെ നടക്കുന്നതില്ല, നിനക്ക് വല്ല വീട്ടിൽ ജോലിയൊക്കെ എടുത്ത് വീട്ടിൽ ജോലിക്ക് വല്ലതും പോയിട്ട് വീട് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നെ വിളിക്കുന്നുണ്ട്. അന്നൊക്കെ അവർ പറയുമ്പം ഓൾറെഡി നമ്മൾ തളരും. എത്ര കാടുകെട്ടി ഹൃദയമുള്ളവനാണെങ്കിലും ഒന്ന് മനസ്സലിയും. അപ്പം അവിടെ നിന്നൊക്കെ എനിക്ക് സിനിമയാണ് സ്വപ്നം, അല്ലെങ്കിൽ ഇതൊന്നും അല്ല എൻ്റെ മൈൻഡ്, അല്ല ഒരു കാലത്ത് കളിയാക്കിയവരെ കൊണ്ട് കൈ അടുപ്പിക്കും എന്നൊരു ചിന്തയിലോട്ട് വന്നെങ്ങനെയാണ്? അതായത് ഈ പറയുന്ന ആൾക്കാരൊക്കെ പറയും എനിക്ക് എവിടെയോ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ഉള്ളിൽ എവിടെയോ ഒരു ഹോപ്പ് ഉണ്ട്, ഞാൻ എത്തും എന്നൊരു ഹോപ്പ്. ആ ഹോപ്പ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ എത്തും, എവിടെ എത്തും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു ആക്ടർ ആവും എന്നൊരു ഹോപ്പ് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. ആ ഹോപ്പ് പിടിച്ചാണ് ഞാൻ വന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തളർത്തിയാലും എന്തൊക്കെ ചെയ്താലും ഞാൻ പറയും ഞാൻ ആക്ടർ ആവും എന്നൊരു ഹോപ്പ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമല്ലായിരുന്നു. ആ ട്രാവൽ ഇവിടം വരെ എത്തിച്ചു. ഉണ്ണി ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരിക്കും? ആഗ്രഹങ്ങൾ നല്ല നല്ല സിനിമകൾ ചെയ്യുക, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക,
പിന്നെ അത്യാവശ്യം വേറെ ലാംഗ്വേജിലൊക്കെ അഭിനയിക്കുക. ഐ മീൻ എനിക്ക് തമിഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തമിഴിലൊക്കെ അഭിനയിക്കുക, തെലുങ്ക്. ഏതൊരു ഷോർട്ട് ഫിലിം ചെയ്ത് തമിഴ്നാട്ടിൽ പോയി തമിഴിൽ അറിഞ്ഞു എന്നറിഞ്ഞു. അതെ അതെ, അതൊരു 14 Days of ലവ് എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അത് നമ്മുടെ RDXന്റെ ഡയറക്ടർ നഹാസ് ആണ് ചെയ്തത്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് ഹിറ്റായി ഭയങ്കര. എനിക്ക് 1 കോടിയുടെ മുകളിലൊക്കെ പോയി. അപ്പോഴത്തേക്ക് നമ്മൾ തമിഴ്നാട്ടിൽ ഷൂട്ടിനൊക്കെ പോയ സമയത്ത് ഒരു പുള്ളി വന്നിട്ട് നീങ്ക, അപ്പം ഞാൻ അങ്ങനെ ഈശ്വര ആള് മാറി, തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ആരറിയാനാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല. അപ്പോൾ പറഞ്ഞു അത് ഷോർട്ട് ഫിലിം മറ്റേ കോവിഡ്. അത് അവർ ഞാൻ തന്നെയാണ്. ഓ സാർ സൂപ്പറാക്ക്, സാറാ സൂപ്പറാക്ക്, എനിക്ക് ഓർമ്മ പിടിക്കും പറഞ്ഞ് ആരൊക്കെയോ വിളിച്ചിരുന്നത്. പുള്ളിയുടെ ഗേൾ ഫ്രണ്ടൊക്കെ കൂടി വന്നിട്ട് എന്താളാ ഞാൻ ഓക്കേ അവിടെയൊക്കെ അറിഞ്ഞായിരുന്നു ആ പരിപാടി. അപ്പം ഞാൻ മറ്റേ ഡയലോഗ് അടിച്ചു കൂട്ടുകാരത്, എനിക്കിത് ഇവിടെ മാത്രമല്ല തമിഴ്നാട്. ഒരു സമയത്ത് ഫോൺ നിശ്ചലമായിരുന്നല്ലേ, പക്ഷെ ആ ഫോണിൽ തന്നെ ഇന്ന് പലരും വിളിക്കാത്തവരും വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയ സമയത്തും ഈ ഓരോരുത്തരുടെ അവസരം പോയി ചോദിച്ച സമയത്തും അവിടുന്ന് അവോയ്ഡ് നേരിട്ടിട്ടുണ്ടോ? പിന്നെ ഒരുപാട്. അത് എന്തോരം. കാരണം ചാൻസ് ചോദിക്കുന്ന സമയത്തൊക്കെ ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡയറക്ടറിനെ ഭയങ്കരമായിട്ട് മറ്റേ ഇൻസൾട്ട് ചെയ്തായിരുന്നു. ഒരു ഇൻസൾട്ട് എന്ന് പറഞ്ഞാൽ ഭീകര ഇൻസൾട്ട്. ഇപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞ കൈ കൊടുത്തപ്പോൾ തന്നില്ല, പിന്നെ നമ്മളെ പേര് വിളിച്ചിട്ട് കളി. ഇപ്പം പുള്ളി അത് ഏത് രീതിയിലെടുത്തെന്ന് അറിയില്ല. അപ്പോൾ പുള്ളി ഫണ്ണായിട്ട് എടുത്തായിരിക്കും ചിലപ്പോൾ, പക്ഷെ എന്നാലും അത് ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ അത് ഇത്ര വിഷമിക്കുമെന്ന് പറയും. അപ്പം ഞാൻ വന്ന് കയറിയ സമയത്ത് പുള്ളി പേര് ചോദിച്ചു. അപ്പം ഞാൻ ഉണ്ണിയെന്ന് പറഞ്ഞു. അപ്പം അവിടെ കുറേ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറയാം, എടാ ഉണ്ണി വന്നിട്ടാ, മുട്ടയിൽ ഉണ്ണി വന്നിട്ടാ, മുട്ടയിൽ ഉണ്ണി വന്നു ഉണ്ണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ ചിരിച്ചോണ്ട് വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പുള്ളി. അപ്പം മുട്ടയിൽ ഉണ്ണി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അയ്യോ ഇതെന്താ ഇങ്ങനെ. അപ്പം നമ്മൾ ഈ പുള്ളീനെ കാണുന്നത് ഭയങ്കര, പുള്ളിയുടെ പടങ്ങളൊക്കെ കിടലൻ പടങ്ങളാണ്. നമ്മൾ പുള്ളീനെ അങ്ങനെയാണ് കാണുന്നത്. പുള്ളി ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അത് ബാക്കിയൊക്കെ ചിരിച്ചോണ്ട് അവരൊക്കെ പറഞ്ഞു, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ്റെ മറ്റേ പറഞ്ഞ മനസ്സ് ഭയങ്കര പെയിനായിരിക്കും. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ്. പിന്നെ പുള്ളി ട്രീറ്റ് ചെയ്ത് മൊത്തം ഭയങ്കര മോശമായിട്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇപ്പം ഞാൻ ആ ഷോർട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കൊടുത്തപ്പോൾ പുള്ളി ചോദിച്ചു, ഇതൊക്കെ ഇമിറ്റേഷൻ ആണല്ലോടാ, ഇതൊക്കെ കുറേ എണ്ണം ഇറങ്ങിയിട്ട് ഇമിറ്റേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വെച്ചു ഒന്ന്. പിന്നെ ജോലി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛന് എന്താ വീട്ടിൽ അച്ഛനെന്താ ജോലി? ഞാൻ പറഞ്ഞു അച്ഛന് കൂലിപ്പണിയാന്ന് പറഞ്ഞു. വേറെ വല്ല പണിക്കും പോയപ്പോൾ എന്തിനൊരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്, ഇങ്ങനത്തെ ഇൻസൾട്ട് പരിപാടി. അപ്പം ഞാൻ ഇയാളെയാണ് ഞാൻ ഇത്രയും കാലം ഇഷ്ടപ്പെട്ടെ. പറഞ്ഞ മാതിരി നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഓപ്പോസിറ്റ് ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ആസിഫ് ഖാനെ നമ്മൾ നേരിട്ട് അറിഞ്ഞപ്പോഴാണ് ആസിഫ് എത്ര അടിപൊളിയാണെന്ന് മനസ്സിലായത്. തീർച്ചയായിട്ടും. അതേപോലെ നമ്മളെ അടുക്കുന്ന സമയത്ത് മോശമായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മൾ കാണുന്ന പോലെയല്ല എല്ലാവരും, ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ മുട്ടയുടെ ഉണ്ണി അല്ലെങ്കിൽ ഇതിനെയും കൊണ്ട് ഇത് പറ്റൂ എന്നാ പറഞ്ഞ പുള്ളിയെ ഇന്ന് മലയാള ഇൻഡസ്ട്രിയിലുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. അതായത് അന്ന് കളിയാക്കുമ്പോ അവരെന്തോ ആയിരുന്നു, ഇന്നല്ല. ഇപ്പൊ കുറെ കാലം കാണുന്നില്ല കുറെ കാലം. ഞാനും ലൈഫിൽ മനസ്സിലാക്കുന്ന കാര്യം, നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? പറ്റില്ല. അതൊരു കാര്യത്തിലും, സിനിമ എന്നല്ല ഒരു കാര്യത്തിലും നമുക്ക് സിനിമയിൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ റിലേഷൻഷിപ്പിൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട്ഷിപ്പ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒന്നിലും നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈ സൗഹൃദങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ എത്രയാണ്? ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് സൗഹൃദങ്ങളാണ്. കാരണം എന്നെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സൗഹൃദങ്ങളാണ്. ഞാൻ സിനിമയിലേക്ക് വരാനുള്ളത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ എന്നെ ഇതേവരെ കൊണ്ടെത്തിച്ചത് കുറേ സൗഹൃദങ്ങൾ മാത്രമാണ്. അതില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ സിനിമ കിട്ടിയതും സൗഹൃദത്തിൻ്റെ ബേസിലാണ്. പിന്നെ സൗഹൃദത്തിൽ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ ചില സമയത്ത് നമുക്കത് കിട്ടാറില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ചിലപ്പം ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് എനിക്കുണ്ട്. ഞാൻ കുറച്ച് കാലം ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡാണ് എല്ലാവരായിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇപ്പം റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഓപ്പോസിറ്റ് ആൾ നമ്മൾ ഇങ്ങോട്ട് ഒരു മീൻസ് പുള്ളി നമ്മളെ യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ പുള്ളിക്ക് ഇത് വലിയ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കരുതുന്ന മാതിരി അവൻ നമ്മളെ കരുതുന്നില്ല എന്നൊരു സാധനം വന്നു കഴിയുമ്പോൾ അതെനിക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്. അത് കുറച്ചാൽ എൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലി കൂട്ടുകാരൻ. അതായത് ഒരു റൂമിൽ ഒരുമിച്ച് രാവിലെ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ ഞാൻ പൈസയൊക്കെ ഉപയോഗിച്ചാൽ ഫുഡ് കഴിക്കാൻ പോലെ വെച്ച് അങ്ങനെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. അവൻ കുറച്ച് കാലം കഴിയുമ്പോൾ മാറി. പക്ഷേ സൗഹൃദം എപ്പോഴും ഉണ്ട്, പക്ഷേ അവൻ ഭയങ്കര മാറിപ്പോയി. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ആലോചിച്ചു ആളുകളൊക്കെ മാറും. ഞാൻ കുറച്ച് റിയലൈസ്ഡായി, ആളുകളൊക്കെ മാറും, എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഇന്ന് എത്രമാത്രം ഉണ്ട് ആളുകൾക്ക്? സത്യം പറഞ്ഞപ്പം കമ്മിറ്റ്മെൻ്റ് ഒന്നും ആർക്കും ഇല്ല. സത്യം എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും സ്വന്തം കാര്യങ്ങൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. എല്ലാവരും ചിന്തിക്കുക സ്വന്തം കാര്യം, എനിക്ക് ജീവിക്കണം, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അതിനിപ്പം ഓപ്പോസിറ്റുള്ളൊരു ഇമോഷൻ എന്നാണ്, ഒന്നുമില്ല. കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ല ബൈ, അതൊക്കെ കഴിഞ്ഞു. ഇത് കറക്റ്റ് കേട്ടോ. കോഴിക്കോട്ടുകാരൻ ഒരു സാധാരണ വീട്ടിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ ഒരു ചട്ടിയൊക്കെ വെച്ച് മുന്നോട്ടൊക്കെ വരുന്നു. ഏറ്റവും കൂടുതൽ ഒരു പോയിന്റ് ജീവിതത്തെ തകർത്തൊരു നിമിഷം അനിയന്റെ മരണമായിരുന്നു. അത് ഭയങ്കര പെയിൻഫുൾ പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഭയങ്കര വെച്ചാൽ ഇപ്പം
അത് പറയുമ്പോൾ അത് കാരണം അതായത് അതായത് +2 പഠിക്കുമ്പോഴായിരുന്നു അനിയൻ മരിച്ചത്. ആക്സിഡൻ്റ് ആയിട്ടാണ് മരിച്ചത്. അപ്പം അത് വീട്ടിൽ ഞങ്ങൾ 2 പേര്, പിന്നെ അമ്മ, അച്ഛൻ, അച്ഛമ്മ, ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പം ബൈക്ക് ഭയങ്കരമായിട്ട് ഓടിക്കുമായിരുന്നു അവൻ. ഭയങ്കര ബൈക്ക് റേസർ. എനിക്കാണെങ്കിൽ ഞാനും അവനും രണ്ട് ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ആ സമയത്ത് ഇച്ചിരി പഠിപ്പ്, പരിപാടി, കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. ഇവനാണെങ്കിൽ ഇവന് ഫുൾ ബൈക്ക് സ്റ്റണ്ട് ചെയ്യുക, ബൈക്കിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുക, ബൈക്ക് റിപ്പയർ പരിപാടി, അങ്ങനത്തെ വേറൊരു വൈബായിരുന്നു. അങ്ങനെ പോയി അവസാനം ഒരു ഫ്രണ്ട്സായിട്ട് ട്രിപ്പ് പോയി. അപ്പോൾ ട്രിപ്പ് പോയ സമയത്ത് ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു. ആ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ അറിഞ്ഞപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെയാ പറയാത്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് പിന്നെ പുറത്തേക്ക് സർവൈവ് ചെയ്ത് വരാമെന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മൾ ഡെയിലി കാണുന്ന വീട്ടിലുണ്ടാകുന്ന ഒരാൾ നമ്മളെ കൂടെ ഇല്ല എന്ന് പറയുമ്പോഴൊരു വിഷമമുണ്ട്. ആ സമയം നമ്മൾ അടിയായിരുന്നു. അത് ഉറപ്പ് ചേട്ടനെ അടിയായിരിക്കുമല്ലോ. പിന്നെ അത് പെട്ടെന്ന് അവനവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പം അപ്പോഴാണ് ശരിക്കും നമ്മളെ അവർ മിസ് ചെയ്യുക. നമ്മൾ സ്ഥിരം കാണുമ്പോൾ നമ്മൾ ഒരാളെ മിസ് ചെയ്യില്ല. അയാൾ നമ്മളെ ലൈഫിൽ നിന്ന് പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ അയാൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതിപ്പോൾ അനിയൻ്റെ കേസ് അല്ലെങ്കിൽ പറഞ്ഞതിൽ ഞാൻ ഒന്ന് കയറി പറയുക, നമ്മുടെ ലൈഫിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വേദന അറിയത്തുള്ളൂ അല്ലേ? സത്യം. ഒരാൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടെ ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് അയാളെ വാല്യൂ അറിയില്ല, അയാളെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവില്ല. അയാൾ നമ്മളെ വിട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ അയാളെ എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ കൂടെ നമ്മൾ എത്ര ഹാപ്പി ആയിരുന്നു. എല്ലാ കാര്യവും നമുക്ക് അപ്പോഴാണ്, അയാൾ ഇല്ലാണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇനി നമുക്ക് തിരിച്ചു വരാം മാറ്റങ്ങോട്ട്. ഓക്കെ, അപ്പം കൈ മാറ്റിയിട്ടുണ്ട്. മൊത്തം പരിഹാസം അവഗണനയുമായിരുന്നു അല്ലേ? ഇപ്പോഴവൻ തിരിച്ചു വന്നു. വീട്ടിലൊക്കെ അച്ഛനും അമ്മയും എന്നാ പറയുന്നത്? ഭയങ്കര ഹാപ്പിയാണ്. കാരണം അച്ഛനെ അമ്മയും കൊണ്ട് പടം കാണിച്ചോ? ഒരു പടം കണ്ടു. ഒരു പടം ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പി. കാരണം വെച്ചാൽ ഇപ്പോൾ ഇത്രയും സിനിമ ചെയ്തപ്പോഴും എല്ലാവരും കാണുന്നൊരു സിനിമ ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പം നാട്ടിലൊക്കെ ഫുൾ എല്ലാവരും പറയും എൻ്റെ സിനിമ കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം ഫാമിലിയായിട്ട് കാണാൻ പറ്റും, ഫാമിലി പടമാണത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, ഇമോഷണലി ഭയങ്കര രസമുണ്ട്. അപ്പം എല്ലാവരും അച്ഛനെ വിളിക്കുന്നു, അമ്മേനെ വിളിക്കുന്നു. അമ്മ ഉച്ചവരെ ഫോൺ, അമ്മേൻ്റെ ഇപ്പോഴത്തെ സ്കീം എന്ന് വെച്ചാൽ അമ്മ ഉച്ചവരെ ഫോൺ എടുക്കില്ല. കാരണം വീട്ടിൽ പണിയുണ്ടല്ലോ. ഉച്ചയ്ക്ക് ശേഷം ഫോണൊക്കെ എടുക്കും. സിനിമ കണ്ടു അല്ലേ, ഓക്കേ. ഇതാണ് അമ്മയുടെ ലൈനിപ്പം. എല്ലാവരും വിളിക്കുന്നുണ്ട്, സംസാരം. അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർ സംഭവിച്ചു വിളിക്കുമെന്ന് അവരുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമാണ് രേഖാചിത്രം. അത് നമുക്ക് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്നതും അതിനപ്പുറം ഒരു സന്തോഷമുണ്ടോ? അതെ, അതാണ് സത്യം. അതിലും വലിയ സന്തോഷമില്ല. ഈ ഞാൻ അറിഞ്ഞ കേസേ, ഒരു കാലഘട്ടത്തിന് മുമ്പ് വരെ അച്ഛൻ്റെ പേരിലായിരുന്നു, അല്ല ആ വീടിൻ്റെ പേരിലായിരുന്നു ഉണ്ണി അറിയപ്പെടുന്നതല്ലേ? ഇന്ന് ഉണ്ണിയുടെ പേരാണല്ലോ അറിയപ്പെടുന്നത്. അതെ. അച്ഛനിങ്ങനെ പോകുന്ന സമയത്ത് അച്ഛനെല്ലാവരും ഉണ്ണീൻ്റെ അച്ഛൻ എന്നാണ് ഇപ്പം എല്ലാവരും പറയപ്പെടുന്നത്. അച്ഛൻ്റെ അതൊരു പൈസയ്ക്കും കൊടുത്താൽ കിട്ടത്തില്ല, അത് കിട്ടൂല. അപ്പൊ പൈസ കൊടുത്ത് കിട്ടാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പൈസയ്ക്ക് പൈസ തന്നെ വേണം. ഇപ്പം ഉണ്ണി തന്നെ പറഞ്ഞു, എൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിലാണെങ്കിലും ഞാൻ കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് ചേക്കേറുന്ന സമയത്താണെങ്കിലും എൻ്റെ 1 രൂപ പോലും ഇല്ലായിരുന്നു. പൈസയുടെ ഒരു മൊമെന്റ് എനിക്ക് പൈസയ്ക്ക് വാല്യൂ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴായിരിക്കും. അത് എപ്പോഴും, കാരണം വെച്ചാൽ രാവിലെ ഞാൻ എണീക്കുമ്പോൾ അതിൽ വിശക്കും, ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല. അപ്പോഴൊക്കെ ഞാൻ മൊമെന്റിൽ മനസ്സിലാക്കി പൈസയ്ക്ക് പൈസ, അതാണ് ഏറ്റവും ഫസ്റ്റ് റിയലൈസ് ചെയ്യുന്നത്. നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് മെയിൻ. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഇവിടെ വന്നു, ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നു. അപ്പം എത്ര ആളോട് കാശ് കടം ചോദിക്കും? ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അത് കുറച്ച് ഫെയിമൂഡ് ആയി കഴിഞ്ഞാൽ 100 രൂപ ചോദിച്ചാൽ നിനക്ക് 100 രൂപ ഈ സാധനം ഉണ്ട്. അപ്പം ഫുഡ് കഴിക്കാനുള്ള കുറേ സമയത്ത് മോസ്റ്റ്ലി കൊച്ചിയിൽ വന്നപ്പോൾ നമ്മൾ എന്താക്കി, ബ്രഞ്ചാക്കി. രാവിലത്തെ ഭക്ഷണം കട്ട് ചെയ്യും. കാരണം ആ പൈസ ഇല്ലല്ലോ, കട്ട് ചെയ്ത്. പിന്നെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ മോസ്റ്റ്ലി എനിക്ക് തോന്നും, എന്നെ കുറേ കാലം ഓഫീസിലൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഹന്ന എന്ന് പറഞ്ഞ പെങ്കൊച്ച്. അവളായിരുന്നു എനിക്ക് ഫുഡ് കൊണ്ട് തന്നെ. എൻ്റെ പൈസ ഇല്ലല്ലോ. അപ്പം ഞാൻ മോസ്റ്റ്ലി അവിടെ നിന്ന് എല്ലാവരെയും ഭക്ഷണം കഴിച്ചാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ അവിടുത്തെ മീൻസ് കൊച്ചിയിലുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ മാത്രമാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. അപ്പം അവിടെ മീൻസ് ആ സമയത്ത് ഇവരെ നിന്നൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ട്, അപ്പോൾ ഈ പെങ്കൊച്ചേന് സ്ഥിരമായിട്ട് എനിക്ക് കുറച്ച് കാലങ്ങളോളം ഫുഡ് കൊണ്ടു തന്നിട്ട് പിന്നെ കൊച്ചു പുറത്തേക്ക് പോയി. അവിടെ തരാനും ആളുണ്ടായിരുന്നു. ഈ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ണിക്കും റിലേറ്റബിൾ ആവും. എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ പോലും ചിന്തിക്കാതെ അങ്ങ് നടന്നു പോയി. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത ആളുകൾ നമ്മുടെ മുന്നിൽ വരികയും ചെയ്യും. സത്യം. അങ്ങനെ കുറേ സംഭവം, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഉണ്ണി ലൈഫിൽ കൂടെ നിൽക്കും, അല്ലെ എന്നെ പല കാര്യത്തിനും ചേർത്ത് പിടിക്കും എന്നുള്ളവര് ചേർത്ത് പിടിക്കാതെ ഉണ്ണി ചിന്തിക്കാത്ത ആൾക്കാർ ലൈഫിൽ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ട്. സിനിമയെ തന്നെ എക്സാമ്പിൾ പറയാം. സിനിമയാണല്ലോ നമ്മൾ. അതായത് ഞാൻ എൻ്റെ കുറേ കൂട്ടുകാർ
ഇവരൊക്കെ പടം ചെയ്യുന്നുണ്ട്. പടം ചെയ്യുന്നു അല്ല, പടം ചെയ്ത ഒരു സമയം അവർ പടം ചെയ്യാൻ പോകുന്നു. പടം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ നമ്മുടെ ഈ സിനിമയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചാൻസ് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ഇവരെ സിനിമകളിലൊന്നും ഞാനില്ല. അതായത് ഇവർക്കും അറിയാം ഉണ്ണി സിനിമയിലോട്ട് വരാനാണ്, ഉണ്ണി ചാൻസ് ചോദിച്ചു കുറെ പേരോട് പോകുന്നുണ്ട്. അതെ അതെ അതെ. പക്ഷേ ഇവരെ സിനിമകളിലൊന്നും നമ്മൾ ഇല്ല. പക്ഷെ നമുക്കതൊരു ദേഷ്യമില്ല, നമുക്കൊരു വിഷമമുണ്ട്. ഉള്ളിൽ എന്തൊക്കെ പറഞ്ഞാലും വിഷമമുണ്ട്. കാരണം ഇന്നാൾ പടം ചെയ്യുന്നു, ഇന്നാൾ പടം നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെ എനിക്ക് കിട്ടില്ല. പ്രതീക്ഷിക്കാതെ കിട്ടിയ വെച്ചാൽ ഞാൻ ഇവരുടെ ഫസ്റ്റ് പടം ഫ്രീഡം ഫൈറ്റിൽ ഈ ഡയറക്ടർ എനിക്ക് പരിചയം പോലും ഇല്ല. ഞാൻ അങ്ങനെ പോയി നിന്ന് സംസാരിച്ചു. അപ്പം ഞാൻ ഓൾറെഡി മുടിയൊക്കെ ഇറക്കി ലുക്കാ ആ സെറ്റപ്പില്ല. അപ്പം പുള്ളി എന്നെ കണ്ടിട്ട് പറയുന്നു, കഥ പറയുന്നു. കാര്യമൊന്നും എനിക്ക് മനസ്സിലായതേ ഇല്ല. ഫ്രീഡം ഫൈറ്റ് കണ്ടിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായതേ ഇല്ല പരിപാടി. അപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്ത മറ്റേ റൊമാൻസ് മറ്റേ ക്രിഞ്ച് ആയിട്ടാണോ സാധനമുള്ളൂ. താരടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ കഥ ഒരുപാട് നിൽപ്പുണ്ട്, വലിയ മാരി ഈ ആയിട്ടൊക്കെ അല്ലോ. ഇതൊന്നും മാറി ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുമ്പോൾ കൾട്ട് പരിപാടിയൊക്കെ. അപ്പം ഞാൻ പിന്നെ സിനിമ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ, അതിന് വേണ്ടിയിട്ട് നിൽക്കുക. അപ്പം ഈ മച്ചാൻ വന്നിട്ട് കഥ പറയുന്നു. എനിക്കൊരു തേങ്ങ മനസ്സിലായില്ല. ഞാൻ ഓക്കെ അടിക്കുന്നു. അപ്പോൾ പാട്ട് കേൾപ്പിച്ചു. ഇതിലൊരു പാട്ട് ലക്ഷ്മണ ഈ പാട്ട് കേൾപ്പിച്ച സമയത്ത് ഇവൻ ബ്ലൂടൂത്തിലാണ് പാട്ട് വെച്ചത്. സോ മച്ചാൻ ഫോൺ എടുത്ത് അങ്ങോട്ട് പോയിട്ട് ഇവൻ്റെ ഫോട്ടോ എടുത്തായിരുന്നു ഇങ്ങനെ. എന്നിട്ട് ഇവൻ്റെ എഡിറ്ററെ അയച്ചു കൊടുത്തു. എഡിറ്റർ റിപ്ലൈ ചെയ്ത്, എടാ ഇവൻ വേണ്ട, ഇപ്പം ഫ്രീക്കനായിട്ട് മറ്റേ ഉണ്ണിയിലാലും അല്ലേ ഇവൻ സ്ഥിരം മറ്റേ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നത്, ഇവനൊന്നും വേണ്ടാന്ന്. ഇത് അവിടെ പ്ലേ ചെയ്തപ്പോൾ ഇവിടെയാണ് പ്ലേ ചെയ്ത് കേട്ടു. അത് ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വെച്ചേക്കുക. അപ്പൊ മച്ചാനോട് വോയിസ് നോട്ട് പ്ലേ ചെയ്തപ്പോൾ ഇവിടെ പാട്ട് സ്റ്റക്കായിട്ട് വോയിസ് നോട്ട് പ്ലേ ആയി. അപ്പൊ ഞാൻ കൂട്ടുകാരും കൂടി പോവാം, മനസ്സിലായില്ലേ? അത് പോവാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഫെയിലിയറായി, കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മച്ചാനെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, മച്ചാൻ തരുവാണെങ്കിൽ ഞാൻ അത് ചെയ്തോളാം എന്ന് പറഞ്ഞു. സ്പോട്ടിൽ അവൻ ഓക്കെ ബ്രോ നാളെ ചെയ്യാന്ന്. അതവന്റെ നിലപാടായിരുന്നു. കാരണം ഇവനെനിക്ക് പരിചയമില്ല, ഇവൻ എന്നെ അറിയില്ല, ഇവൻ എന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ല, ഇവൻ ഞാൻ ആരാന്ന് പോലും അറിയില്ല. ഞാനീ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ചേർന്നു. അങ്ങനെ സഡൻലി എനിക്ക് കിട്ടിയ പ്രതീക്ഷിക്കുന്നില്ല. ഇവരൊക്കെ അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു സ്പാർക്ക് കിട്ടിയ ആൾക്കാരാണ് ഇവരൊക്കെ. അതാണ് ലൈഫിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നവരല്ല. നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മളെ കൂടെ നിൽക്കാതിരിക്കും, പ്രതീക്ഷിക്കാതാണ് നമ്മളെ ലൈഫിലേക്ക് വരും. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു മാജിക്കാ ലൈഫ്. ലൈഫ് എന്ന് പറഞ്ഞ ഒരു എന്തുവാണ് ലൈഫ്. ശരിക്കും ഇതൊക്കെ വരണം, പരിഹാസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരണം. എന്നാലും നമുക്കൊരു മുമ്പോട്ട് പോകാനുള്ള ഒരു പരിപാടി കിട്ടുള്ളൂ, സ്ട്രോങ് കിട്ടുള്ളൂ. സത്യം. ഫെയിലിയേഴ്സ് ഉണ്ടാവണം. കുറെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതിൽ കൂടുതൽ എന്തോ ഒരു ഇപ്പോഴും ഫെയിലിയേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കണ്ടല്ലോ. ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത സമയത്തെ ഇന്നും പെട്ടെന്ന് ഒരു ഡയലോഗ് ചോദിച്ചാൽ ഓർമ്മയിൽ വരുന്ന ഏതായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് 14 Days of Love തന്നെ പടത്തിലെ ഡയലോഗ് ഉണ്ട്. അത് ഇച്ചിരി നല്ലായിരുന്നു ആ ഡയലോഗ്. അത് എപ്പോഴും ഓർമ്മയുണ്ടാവും. ഡയലോഗ് പറയണോ? അതായത് നമ്മളൊരു പ്രപ്പോസിങ് സീനാണ്. ലാസ്റ്റിൽ ക്ലൈമാക്സിൽ നമ്മൾ നായികനെ പ്രപ്പോസ് ചെയ്യുന്ന ക്രിഞ്ച് പരിപാടിയാണ്. അപ്പം അതിൽ നായിക നിൽക്കുമ്പോൾ ഞാൻ പറയും, താനിവിടുന്ന് പോയി കഴിഞ്ഞാൽ തന്നെയും കാത്തോടെ ഒരുപാട് വരുന്നിപ്പുണ്ട്, സോ എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വിൽ യു മാരി മീ? പിന്നെ ബീജം ഇതിന്റെ വേറൊരു പോർഷൻ അടിച്ചേ. അയ്യോ, ആ ഒരു സാധനം. ഉണ്ണി ലക്കിന് എന്നാ ഫാക്ടർ ഉണ്ട്? ലക്കുണ്ട് കേട്ടോ, ലക്ക് ഉറപ്പായിട്ടുണ്ട്. എല്ലാവരും പറയും ലക്കില്ല എന്നൊക്കെ പറയും. ലക്കുണ്ട്. കാരണം പല പടങ്ങളും ഇപ്പം ഞാൻ ഒരു പടമുണ്ട്, പറന്ന് പറഞ്ഞ പടമുണ്ട്. അത് പക്ഷെ ലക്കിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഹാർഡ് വർക്കും വേണം. ഹാർഡ് വർക്ക് ഇല്ലാതെ വെറുതെ നമുക്ക് വീട്ടിലാരും ഒന്നും കൊണ്ടുതരില്ല. അപ്പം ഒരു പടത്തിൽ പറഞ്ഞ പടത്തിൽ ആദ്യം ഇപ്പം ഇറങ്ങാൻ പോകുന്നൊരു പുതിയ പടം 31 റിലീസാണ്. ഞാനാണ് ലീഡ്, ഞാനും സിദ്ധാർത്ഥേട്ടനും. അപ്പം ആ പടത്തിൽ ആദ്യം എന്നെ വിളിച്ചത് അതിലൊരു കൂട്ടുകാരൻ്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് രേഖ ഇറങ്ങി കുറച്ച് കാലം കഴിയുന്നു, പിന്നെ എന്നെ വിളിക്കുന്നത് ആ പടത്തെ നായകനായിട്ട്. അപ്പം അതൊരു ലക്കാ, മനസ്സിലായോ? അതായത് കൂട്ടുകാരനായിട്ടൊരു വേഷം വന്നതിൽ നിന്ന് നായകനായിട്ട്. അതായത് 3 കൂട്ടുകാരുണ്ട് ആ പടത്തിൽ. അതിലൊരു കൂട്ടുകാരനായിട്ട് റോളായിരുന്നു എനിക്ക് തന്നിരുന്നത് ആദ്യം. പിന്നെ രേഖ ഇറങ്ങുന്നു, അത്യാവശ്യം പരിപാടികളൊക്കെ വരുന്നു, പെർഫോമൻസ് പരിപാടിയൊക്കെ എല്ലാവരും പറയുന്നു. കുറച്ച് കഴിഞ്ഞ് എന്നെ ഡയറക്ടർ വിളിച്ചിട്ട് ബ്രോ ഇതിൽ ലീഡ് ബ്രോ ചെയ്യുമെന്ന് ചോദിച്ചു. അതൊരു ലക്കല്ലേ? തീർച്ചയായും. ആ നായകനായിട്ട്, അതായത് സൈഡ് ക്യാരക്ടറിന് നേരെ നായകനായിട്ട് എന്നെ പ്ലേസ് ചെയ്യുന്നു. അപ്പൊ അതൊരു ഭയങ്കര ലക്കുണ്ട്. ഇനി ഏതൊക്കെ ഉണ്ണിയുടെ പടങ്ങൾ ഇറങ്ങാനുണ്ട്? ഇനി ഇറങ്ങാനുള്ളത് പറന്ന് ചെല്ലാൻ ഇറങ്ങാനുണ്ട് 31-ന്. പിന്നെ ഓഫീസർ ഇറങ്ങാനുണ്ട് ചാക്കോച്ചന്റെ. അത് പിന്നെ മീശ എന്ന് പറഞ്ഞ പടം ഇറങ്ങാനുണ്ട്. മീശ നമ്മുടെ വികൃതി ഡയറക്ടർ ജോസഫ് ഏട്ടന്റെ. ഈ 3 പടങ്ങളുണ്ട് മുന്നിൽ. അതെ. അപ്പൊ ഈ 3 പടങ്ങളും രേഖാചിത്രം പോലെ തന്നെ വൻ വിജയമാവട്ടെ. ഇതുവരെയുള്ള ഉണ്ണിലാലുവിന് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കട്ടെ. ഒറ്റ കാര്യം പറയുള്ളൂ, ഇപ്പോൾ ഉണ്ണിലാലു എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് ഇനിയും പോകുമ്പോൾ അങ്ങനെ തന്നെ ആവുക. ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. താങ്ക് യു ബ്രോ.